പെരുന്നാളിന് നമ്മുടെ വീട്ടിൽ ആര് വന്നാലും നമ്മൾ അവരെ സ്വീകരിക്കൽ ഒരു പായസം കൊടുത്തിട്ടാണല്ലേ. അപ്പോൾ ഈ ഒരു പെരുന്നാളിന് നമുക്കൊരു വെറൈറ്റി പായസം കൊടുത്തിട്ട് നമുക്ക് അതിഥികളെ സൽക്കരിക്കാം. സാധാരണ നമ്മൾ തയ്യാറാക്കൽ സേമിയ പായസമോ അല്ലെങ്കിൽ ചെറുപയർ പരിപ്പിൻ്റെ പായസമോ അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പ് പായസമോ അങ്ങനെയൊക്കെ അല്ലേ. ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. 50 ഗ്ലാസിൻ്റെ അളവാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. ഇനി നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇതിൻ്റെ പകുതി അളവിലോ അല്ലെങ്കിൽ ഇതിൻ്റെ 4 ഭാഗം അളവിലൊക്കെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ. ഈ പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 50 ഗ്ലാസ്സിലോട്ടാണ് ഒരു 1/2 കിലോ, അതായത് 500 ഗ്രാം ക്യാരറ്റ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 25 ഗ്ലാസ് മതിയെങ്കിൽ 250 ഗ്രാം ക്യാരറ്റ് മതിയാവും കേട്ടോ. അതല്ല ഏകദേശം ഒരു 10 ഗ്ലാസ്സൊക്കെ മതിയെങ്കിൽ 1-2 ക്യാരറ്റ് എടുത്താൽ മതിയാവും. നമുക്കിത് തൊലി നല്ലപോലെ കഴുകിയതിന് ശേഷം 2 അറ്റവും കട്ട് ചെയ്തിട്ട് ഇതുപോലെ തൊലി കളഞ്ഞിട്ട് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിൽ കുറച്ച് ഇതിൻ്റെ കൂടെ തന്നെ വെള്ളം വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അത് വേവുന്ന സമയം കൊണ്ട് 2 കപ്പ് ചവ്വരി, അതായത് ഏകദേശം 1/2 കിലോ ചവ്വരി വേണ്ടി വരും 50 ഗ്ലാസ്സിന്. നമുക്കതെടുത്തിട്ട് നല്ല ഒരു വലിയ പാത്രത്തിൽ എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു 4 ഇരട്ടി വെള്ളം കൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഞാൻ തിളച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചവ്വരി ഒന്നൊരു പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷം 8 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കെറ്റിൽ നിന്ന് ഡയറക്റ്റ് ഒഴിച്ചതാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ തന്നെ വെന്തിട്ടു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. ഒരു 5 മിനിറ്റ് അങ്ങനെ വെച്ചാൽ തന്നെ ഈ ചുടുവെള്ളത്തിൽ വെച്ചാൽ തന്നെ നമ്മുടെ ചവ്വരി നന്നായിട്ട് വെന്തിട്ട് കേട്ടോ. ഇനി വേണ്ടത് നമുക്ക് സേമിയാണ് കേട്ടോ. സേമിയ ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലത്തെ തിന്ന് സേമിയാണ്. ഇനി കുറച്ച് കട്ടിയുള്ള സേമിയാനും കുഴപ്പമില്ല. നമുക്കിതുപോലെ പൊടിച്ചിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ചവരി ഒന്ന് തിള വന്ന സമയത്ത് ഞാൻ മൂടി വെച്ചതായിരുന്നു. ഇപ്പോൾ ഞാൻ 10 മിനിറ്റിന് ശേഷം തുറന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിലാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഒന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് പായസം റെഡിയാക്കാൻ തുടങ്ങാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീ ഏകദേശം ഒരു 5-6 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഏതൊക്കെ നട്ട്സാണോ യൂസ് ചെയ്യുന്നത് അതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ഈ നെയ്യിൽ. ഞാൻ കുറച്ച് ബദാമും അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും എടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റ് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്തിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ. ഇനി നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഞാനത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പോലെ അരയണം കേട്ടോ. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ച് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് മാത്രം അരച്ചെടുത്താൽ മതി. ഈ ക്യാരറ്റ് വേവിക്കാൻ വെച്ച വെള്ളം ഫുള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ആ വെള്ളം വെച്ചിട്ടാണ് ഞാൻ അത് ഫുള്ള് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ കുക്കറിലോട്ട് തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലും പീസസ് അരയാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതും കൂടി മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്നും കൂടി ഞാൻ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ അണ്ടിപ്പരിപ്പും ക്യാരറ്റും നല്ല പോലെ അരയണം. അപ്പോഴാണ് നമ്മുടെ പായസം നല്ലൊരു അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാം ഞാൻ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടച്ചു വെക്കാം. അത് അരച്ച് വന്നപ്പോഴേക്കും നമ്മുടെ ബദാമും അണ്ടിപ്പരിപ്പും നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ലോ ഫ്ലെയിമിൽ വെച്ചതായിരുന്നു. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഞാൻ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടായിരുന്നു ഞാൻ ക്യാരറ്റും ഇതൊക്കെ അരക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ നെയ്യിലോട്ട് പൊടിച്ച് മാറ്റിയ സേമിയ ഉണ്ടല്ലോ അതിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കണ്ട, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് തിന്ന് സേമിയ അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഈ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് വറുത്തെടുക്കാം. ഇത് വറുത്ത സേമിയാണ് എങ്കിലും നമുക്കൊന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നെയ്യിൽ ഒന്നും കൂടി വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു 5-6 മിനിറ്റ് വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ടൈമില്ലെങ്കിൽ കുറച്ചൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ കൈ വിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരു ഭാഗം തന്നെ കരിഞ്ഞു പോയാൽ നമ്മുടെ പായസത്തിൻ്റെ കളറും ടേസ്റ്റും ഒക്കെ മാറിപ്പോവും. അതുകൊണ്ടാണ് സേമിയ ഏകദേശം ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ച ആ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ക്യാരറ്റും അണ്ടിപ്പരിപ്പും കൂടി അരച്ച് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഈ നെയ്യിൽ വെച്ചിട്ട് ഈ സേമിയയുടെ കൂടെ തന്നെ ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴും ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ആ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പച്ചവെള്ളം ഒഴിക്കരുതേ, തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ സേമിയ കുതിർന്നു പോകും, അതുകൊണ്ടാണ്. അപ്പോൾ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. നല്ല പോലെ തിളച്ച ശേഷം നമുക്കിതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച് ചവ്വരി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം.
ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. പിന്നെ അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെക്കും ചെയ്യരുത്, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, കാരണം അത് പെട്ടെന്ന് അടിക്ക് പിടിക്കും. നമ്മൾ നട്ട്സും ക്യാരറ്റൊക്കെ അരച്ച് ചേർത്ത കാരണം അടിക്ക് പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അടിക്ക് പിടിച്ചാൽ നമ്മളെ പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് നല്ല പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരാളോട് ഇളക്കാനായിട്ട് നിൽക്കണം. ഞാൻ വേറൊരു അടുപ്പത്ത് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലോട്ട് ഏകദേശം 5 ലിറ്റർ പാലാണ് തിളപ്പിച്ചാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് നമ്മൾ ഈ ചൊവ്വരിയും ഇതെല്ലാം കൂടി വേവിച്ച് വെച്ച ഈ മിക്സ് ഉണ്ടല്ലോ, അത് ഈ വലിയ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. കാരണം പാൽ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ ഇതിൽ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റിയത് കേട്ടോ. കാരണം 50 ഗ്ലാസിൻ്റെ പായസമാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ കുറച്ച് വലിയ പാത്രം തന്നെ വേണം. അത് പിന്നെ കടായി ആയതുകൊണ്ട് ഞാൻ വഴറ്റാനൊക്കെ സുഖം അതിലാണ്, നെയ്യിലിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് ആ ഒരു പാത്രം വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്ക് നല്ല എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ പഞ്ചസാര ചേർത്തിട്ടില്ല. പായസമാകുമ്പോൾ നല്ല മധുരമൊക്കെ വേണമല്ലോ, അപ്പോൾ നമുക്ക് മധുരത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയ്ക്ക് ഒരു പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല. ചിലർക്ക് നല്ല മധുരം വേണ്ടി വരും, ചിലർക്ക് ഒരു പാകം മധുരം മതിയാവും. അപ്പോൾ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കട്ടോ. ഇനി നമ്മൾ ആദ്യം സേമിയ വഴറ്റിയ ആ ഒരു കടായി ഉണ്ടല്ലോ, അതിലോട്ട് ഞാൻ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഞാൻ മറ്റേ പാനിൽ 4 ലിറ്റർ പാലാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മൊത്തം 5 ലിറ്റർ പാലാണ് നമുക്ക് വേണ്ടത്. 1 ലിറ്റർ പാലിൽ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നില്ല, അതായത് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്നില്ല, അതിന് പകരമായിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതൊരു ടിന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ അത് പാൽപ്പൊടിയും പാലും പിന്നെ അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലേശം കേട്ടോ. അത് നമുക്ക് പായസത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ പറയാൻ മറന്നു പോയതാണ്. കൂടുതൽ വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ, ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മതിയാവും. അതുപോലെ തന്നെ പഞ്ചസാര നമുക്ക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇത് കുറുകി വരുന്ന സമയത്ത് നമുക്ക് 2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 4 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം, ഒന്ന് ചൂടായാൽ മതി, തിളക്കാൻ സമ്മതിക്കരുത്. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. തേങ്ങാപ്പാലും കൂടി വയ്ക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പായസത്തിന് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പാത്രത്തിലും കൂടി ഇതും കൂടി മിക്സ് ആക്കാനുള്ള സ്പേസ് ഇല്ല, വലിയൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സി നമുക്ക് ഇതിലോട്ട് ഈ പായസത്തിലോട്ട് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ അണ്ടിപ്പരിപ്പും ബദാം ഉണ്ടല്ലോ, ഇനിയിപ്പോൾ കിസ്മിസ് ചേർക്കണമെങ്കിൽ കിസ്മിസ് ചേർക്കാം, പിസ്ത ചേർക്കണമെങ്കിൽ പിസ്ത ചേർക്കാം, അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എങ്ങനെ ചേർത്ത് കൊടുത്താലും ചേർത്ത് കൊടുത്തില്ലെങ്കിൽ നമ്മളെ പായസം അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു ഈദിന് നമ്മുടെ അതിഥികളെ സൽക്കരിക്കാൻ ഈ ഒരു പായസം റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കട്ടോ. ഈ ഒരു പായസം കുടിച്ചു കഴിഞ്ഞാൽ ഇതിൽ ക്യാരറ്റൊന്നും ചേർത്ത ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ, വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ചേരുവ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്തെങ്കിൽ തന്നെ ആർക്കും മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇതിൻ്റെ ചേരുവകൾ എന്താ, അതെങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.